നമസ്തേ. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ചും റെഡിയായി. കുറേ പച്ചക്കറികൾ, ചമ്മന്തികൾ, വെജ് മയോണൈസ്, പയറുവർഗ്ഗങ്ങൾ മുളപ്പിച്ചത്, കപ്പലണ്ട് മുളപ്പിച്ചത്, ഉലുവ മുളപ്പിച്ചത്, വിത്തുകൾ എല്ലാം ഉണ്ട്. ഞങ്ങൾ ഈ റോ വെജിറ്റബിൾ, പിന്നെ ഫ്രൂട്ട്സ്, നട്ട്സ്, നാളികേരം, സീഡ്സ് ഇതൊക്കെ മാത്രം കഴിച്ചിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 59 ദിവസമായി. വളരെ ഹാപ്പി, വളരെ ഹെൽത്തി. ഇതിലേറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം, എല്ലാവരും ഫുൾ ടൈം ഓണാണ്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ വർക്കിലാണ്. ഒരു ക്ഷീണമില്ല, തളർച്ചയില്ല. ഇവിടെ രണ്ടുപേരും മയോണൈസ് മിക്സ് ചെയ്യിപ്പിക്കുന്നതിലുള്ള മത്സരത്തിലാണ്. ഇതുപോലെയുള്ള ചമ്മന്തികളും സോസുകളും വെജ് മയോണൈസുകളൊക്കെ വരുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ ആഹാരം കഴിക്കാൻ പറ്റാം. ഇത് തക്കാളി ചമ്മന്തി, ചോറും അല്ലെങ്കിൽ കഞ്ഞിയും ചമ്മന്തിയൊക്കെ കഴിക്കുന്നതിന് പകരം വെജിറ്റബിൾസും മാങ്ങയൊക്കെ കൂടിയിട്ട് ഈ മയോണൈസ് ഇതിൽ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഇല്ലേ? നമ്മൾ സാമ്പ്രദായികമായിട്ടുള്ള രീതിയിൽ നിന്നൊക്കെ ഇത്തിരി മാറി ചിന്തിച്ചുകൊണ്ട് വിരോധമില്ല. എല്ലാം ഇപ്പോഴും ഈ അരിയും ഗോതമ്പും ഇതൊക്കെ തന്നെയല്ലേ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസം ഒരു വെറൈറ്റി. ബീട്രൂട്ടൊക്കെ പലർക്കും പച്ചക്ക് കഴിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിലൊരല്പം ചെറുനാരങ്ങയും ഉപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ചവർപ്പ് രുചി മാറി. ഇനി അതൊന്നും ഇല്ലാതെ ഈ പറയുന്ന ചമ്മന്തികളോ അല്ലെങ്കിൽ ഈ വെജ് മയോണൈസൊക്കെ ചേർത്ത് ബീട്രൂട്ട് കഴിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാം. ഡോക്ടർ ഇപ്പോൾ സാലഡ് കഴിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായില്ലേ? എന്താ എക്സ്പീരിയൻസ്? ഇപ്പൊ നല്ല എനർജി തോന്നുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് ഒന്നും അങ്ങനെ അല്ലായിരുന്നു. സ്റ്റാർട്ടിങ് ക്ഷീണം, നേരത്തെ ഉറക്കം വരിക, വേഗം ഉറക്കം വരുക. ശരിയാ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ഒരു ക്ഷീണമൊന്നും തോന്നിയില്ല. പ്രത്യേകിച്ച് മറ്റേ ഫുഡ് കഴിക്കാത്തതായിട്ടൊരു തോന്നലൊന്നും വന്നില്ല. നോർമൽ നമ്മൾ ഫുഡ് കഴിച്ച് പോകുന്നതാണെങ്കിൽ തന്നെ ഫീൽ ചെയ്യുമായിരുന്നു. ഇപ്പോഴോ? ഇപ്പൊ ഇതൊരു ഭാഗമായിട്ടുണ്ട്, സാധാരണ ഫുഡായി. ഇതുപോലെ തന്നെ എല്ലാ വാസ്തവത്തിൽ ശീലങ്ങൾ മാത്രം. കഞ്ഞിയും ചോറും മാത്രം കഴിച്ച് ശീലിക്കുമ്പോൾ അതാണ് ശരി. മത്സ്യം മാംസം കഴിച്ച് ശീലിക്കുമ്പോൾ അതാണ് ശരി. ഇപ്പം നോൺ വെജ് സ്ഥിരം കഴിക്കുന്നവർക്ക് അതില്ലാത്ത ഒരു ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കുന്നു എന്ന് തോന്നും. പക്ഷെ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്നവർക്ക് അങ്ങനെയല്ല. അതിലവർക്ക് ആരോഗ്യമുണ്ട്. അപ്പം ഈ ഒരു രീതിയിലായി ഈ ഫ്രൂട്ട്സും ഈ റോ വെജിറ്റബിളൊക്കെ കഴിക്കുന്നതിന് മനസ്സിലാക്കേണ്ടത്. ഇത് ശീലമായി കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ശരി ഇതായി മാറും. പിന്നെ വെയിറ്റ് കുറയുമെന്ന് വിചാരിച്ചായിരുന്നു. കുറച്ച് വെയിറ്റ് ഒക്കെ കുറയുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ ഒരു 2 കിലോ ഒക്കെ കുറഞ്ഞിട്ട് പിന്നെ വെയിറ്റിലൊന്നും വ്യത്യാസം. അതെ അതെ, ഒരുപാട് വെയിറ്റ് കുറയേണ്ടവരിലേ ശരിക്കും നല്ല വെയിറ്റ് റിഡക്ഷൻ ഉണ്ടാവുന്നുള്ളൂ. റോ ഡയറ്റിൽ എല്ലാവരിലും ഉണ്ടാവുന്നില്ല. ഇപ്പോൾ ഡോക്ടർക്ക് 2 കിലോ കുറഞ്ഞു, എനിക്ക് 2-2.5 കിലോ തന്നെ കുറഞ്ഞു. പക്ഷെ അതും അതിൻ്റെ ഇടയിൽ എന്തോ ഒരു ജലദോഷ പനിയൊക്കെ വന്നതുകൊണ്ട്, അല്ലെങ്കിൽ അതുമില്ല. അപ്പോൾ പക്ഷേ നല്ലോണം വെയിറ്റ് കുറയുന്നവരും ഉണ്ട്. അധികം തടിയുള്ളവരിൽ അധികം വെയിറ്റൊക്കെ കുറയുന്നുണ്ട്. ശരീരം എന്തായാലും ഒരു ബാലൻസിലേക്ക് എത്തും. വലിയ തലവേദന ഇല്ലാതെ, ഭയങ്കര ചികിത്സയോ അല്ലെങ്കിൽ ഭയങ്കര പണം മുടക്കോ ഒന്നുമില്ല. ഇന്ന് ശീലം മാറി പിടിക്കേണ്ട ഒരു അത്യാവശ്യമുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. ഡെയിലി ഒരേ ടേസ്റ്റ് അല്ലാത്തതുകൊണ്ട് ബോറടിക്കില്ല. ചട്നിയൊക്കെ മാറ്റി കഴിക്കുമ്പോൾ എല്ലാ ദിവസവും വേറെ വേറെ കഴിക്കുന്ന പോലെ തോന്നും. അതെ അതെ, കുറേ ആളുകൾക്കുള്ള ഒരു ടെൻഷനാണ് പച്ചയായിട്ട് ഇതൊക്കെ കഴിക്കുമ്പോൾ എങ്ങനെയാണ് ദഹിക്കുക എന്നുള്ളത്. നമ്മൾ വാസ്തവത്തിൽ പച്ചയായി കഴിക്കാൻ, അതായത് സാലഡ്സിലൊക്കെ ഉപയോഗിക്കുന്ന ആഹാരങ്ങൾ എന്തൊക്കെയാണ് അത് മാത്രമേ ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ. ക്യാബേജ് പച്ചക്ക് കഴിക്കാൻ പറ്റുന്നതെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ നാട്ടിൽ എത്രയോ മനുഷ്യർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സവോള പച്ചക്ക് കഴിക്കും. ഇപ്പോൾ ഹോട്ടലുകളിലടക്കം ഇപ്പോൾ മീൻ പൊരിച്ചത് കൊടുക്കുമ്പോൾ കുറച്ച് സവോള കൊടുക്കുന്നുണ്ടല്ലോ. ഈ മുളപ്പിച്ച പയറുവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ മുളപ്പിച്ച കപ്പലണ്ടിയൊക്കെ എത്രയോ കാലമായിട്ട് മനുഷ്യൻ കഴിക്കുന്നതൊക്കെ തന്നെയാണ്. ക്യാരറ്റും ബീട്രൂട്ടും കുക്കുംബറും ഇതൊക്കെ നമുക്ക് ദഹിക്കില്ല എന്ന് എങ്ങനെ വിചാരിക്കാൻ പറ്റുക? ശരിക്കും ഇത് പ്രാക്ടീസ് ചെയ്യാത്തവരുടെ ഏറ്റവും വലിയ ശങ്ക ഇതൊക്കെയാണ്. ദഹനം പ്രശ്നത്തിലാവും, ഗ്യാസിൻ്റെ പ്രശ്നം വരും. ശരിക്കും ഇപ്പം നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ ദഹന പ്രശ്നങ്ങൾ മാറി വളരെ ഹാപ്പി ആയിട്ട് ഈ ആഹാരമൊക്കെ വയറ് നിറച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഗ്യാസില്ല, പ്രശ്നങ്ങളില്ല, അത്ര സുഖമാണ് നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുപോലത്തെ ശങ്കകളൊന്നുമില്ലാതെ ഞങ്ങൾ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുക. എല്ലാതും നമ്മൾ കുക്ക് ചെയ്ത ആഹാരങ്ങൾ കഴിക്കുന്ന പോലെ വിഴുങ്ങിയിടാൻ പറ്റില്ല. പല ആളുകളും ചോറൊക്കെ ഉണ്ണുമ്പോൾ 2 മിനിറ്റ് കൊണ്ടൊക്കെ ആഹാരം കഴിച്ച് പോകും.
അത് പറ്റില്ല. കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് ചവച്ചരച്ച് തന്നെ കഴിക്കണം. നല്ലവണ്ണം പേസ്റ്റാക്കിയാണ് കഴിക്കുന്നതെങ്കിൽ ഒരു ഗ്യാസ് ട്രബിളും ഇല്ല. അപ്പം ഞങ്ങൾ കഴിക്കൽ തുടരട്ടെ. നിങ്ങൾ കഴിച്ചോളൂ.